എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെരുപ്പിനകത്തിരുന്ന ഒരാളാണ് ഈ കാണുന്ന കുഞ്ഞു മൂർഖൻ പാമ്പ്. വീട്ടിൽ വന്ന ഒരു ഗസ്റ്റിൻ്റെ ചെരുപ്പിനകത്താണ് ആളിരുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് ചെരുപ്പ് ഇടുന്നതിന് മുന്നേ തന്നെ ആളിനെ കണ്ടു. ആള് കുഞ്ഞാണെങ്കിലും കടിച്ചാൽ മരണം വരെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. സമയം കളയാണ്ട് അപ്പോൾ തന്നെ സർപ്പ ആപ്പ് എടുത്ത് റെസ്ക്യൂവറിനെ കോൺടാക്ട് ചെയ്തു. ആദ്യം വിളിച്ച ആളിനെ കിട്ടിയില്ലെങ്കിലും രണ്ടാമത് വിളിച്ച ആളിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റി. പുള്ളി ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുകയും ചെയ്തു. ആപ്പ് ഇല്ലെങ്കിൽ snakepediya.org എന്നുള്ള സൈറ്റ് വഴി നമുക്ക് അടുത്തുള്ള റെസ്ക്യൂവറിനെ കണ്ടുപിടിക്കാൻ പറ്റും. പുള്ളി വന്ന് മിനിറ്റുകൾക്കകം പാമ്പിനെ കുപ്പിയിലാക്കി. അത്യാവശ്യം വേണ്ട എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള എക്യുപ്മെൻസുമായിട്ടാണ് ആൾ വന്നത്. മൂർഖൻ പാമ്പ് സാധാരണ 50ഓളം മുട്ടയിടാറുണ്ട്. അതുകൊണ്ട് ഇതേ പ്രായത്തിലുള്ള മിനിമം ഒരു 30 പാമ്പെങ്കിലും അടുത്ത് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പുള്ളി ചുറ്റുപാടൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. മാത്രമല്ല പാമ്പിനെ പറ്റി ചെറുതായിട്ടൊരു സ്റ്റഡി ക്ലാസ് പോലെ നമുക്ക് എടുത്തു തരികയും ചെയ്തു. പാമ്പുകളെ പറ്റിയുള്ള ബോധവൽക്കരണത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വീട്ടിലൊരു പാമ്പിനെ ഇതുപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തല്ലിക്കൊല്ലാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനോ നോക്കാണ്ട് എത്രയും പെട്ടെന്ന് സർപ്പ ആപ്പ് വഴി ഒരു വോളണ്ടിയറിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ പാമ്പ് കടി ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊന്നും ചിന്തിക്കാണ്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ആൻറ്റിവെനം മാത്രമാണ് പാമ്പ് കടിക്കുള്ള പ്രതിവിധി. പാമ്പിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് വരുന്നവരെല്ലാം ഫോറസ്റ്റിൻ്റെ ഡയറക്റ്റ് സ്റ്റാഫല്ല, അതിൽ വോളണ്ടിയേഴ്സും ഉണ്ട്. സ്വന്തം കയ്യിൽ നിന്നും കാശ് ചിലവാക്കിയിട്ടാണ് അവർ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ പാമ്പിനെ കൊണ്ടുപോകാനായിട്ട് വരുന്നത്. സോ ബുദ്ധിമുട്ടില്ലെങ്കിൽ അവർക്ക് യാത്രാ ചെലവിനായിട്ടൊരു എമൗണ്ട് കൊടുക്കാൻ മറക്കരുത്. ഫോറസ്റ്റിൽ നിന്നും പ്രത്യേകിച്ച് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സുധീഷ്. സുധീഷ് ആ പള്ളിച്ചൻ. ആ